മലപ്പുറത്ത് ഒരു ലേഡി അകപ്പെട്ടു പോയൊരു കുഞ്ഞു സ്മഗ്ലിംഗ് കേസ്. അതിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. ആ എലമെൻറ്റിൽ നിന്നാണ് ഈ അഡ്വക്കേറ്റ് സുഹൃത്ത് ജനിത്തിനോട് പറഞ്ഞ എലമെൻറ്റിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. ഡയറക്ടറോട് ചോദിക്കാൻ, ഇപ്പോൾ ജനത്തിൻ്റെ ഒരു മൂവി കണ്ടിട്ട് ലൈക്ക് മറിയം വന്ന് വിളക്കൂതി ഞാൻ ടോട്ടലി ഡിസ്കംബിലിറ്റഡ് ആയൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല, കിളി പോയ സാധനം. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് എനിക്കത് മനസ്സിലായത് എന്താണെന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായിട്ട് വളരെ ലൈറ്റായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് തോന്നിയത്? അല്ല, ഇത് ഞങ്ങളൊരു ആന്തോളജി അങ്ങനെ അല്ല, ഇത് ആക്ച്വലി ഒരു മധുരഞ്ജീവാമൃതം എന്ന് പറയുന്ന ഒരു ആന്തോളജി ഞങ്ങൾ ചെയ്തിരുന്നു. ജനിത്താണ് എഴുതിയിരുന്നത്, സൈചേട്ടനായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. അതൊരു 1/2 മണിക്കൂർ സിനിമയായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യാനുള്ള തീരുമാനം എടുത്തതാണ്. അപ്പം സൈചേട്ടൻ ഓൾറെഡി പറഞ്ഞു നമുക്കൊരു കഥ ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി ജനിത്തിനോട് പറഞ്ഞിരുന്നത് എനിക്ക് ഇങ്ങനെ ഒരു കഥയിലാവണം. അപ്പം ഒരു ലവ് എലമെൻ്റ് ഉള്ള ഒരു സിനിമയായാൽ നന്നായിരിക്കും, കുറച്ച് പോസിറ്റീവ് വൈബുള്ളൊരു സിനിമയാവണം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനിത്ത് ആലോചിച്ചുണ്ടാക്കിയ ഒരു കഥയാണ്. അപ്പോൾ നവാസ്കിനെ കൊണ്ടുവന്നതിൻ്റെ കഥയിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാം. ശരിക്കും അജേഷ് എന്ന് പറയുന്ന ജനിത്തിൻ്റെ ഒരു സുഹൃത്ത്, ആളൊരു വക്കീലാണ്. അപ്പം മലപ്പുറത്തൊരു ചെറിയൊരു രസമുള്ള കൗതുകമുള്ളൊരു സ്മഗ്ലിംഗ് കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മലപ്പുറത്ത് ഒരു ലേഡി അകപ്പെട്ടു പോയൊരു കുഞ്ഞു സ്മഗ്ലിംഗ് കേസ്. അതിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. ആ എലമെൻറ്റിൽ നിന്നാണ് ഈ അഡ്വക്കേറ്റ് സുഹൃത്ത് ജനിത്തിനോട് പറഞ്ഞ എലമെൻറ്റിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്.